ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാർ ചെയ്യുന്നത് ഒരു മുട്ട ബണ്ണാണ്. ഇതെങ്ങനെ തയ്യാർ ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടു നോക്കാം. വളരെ ടേസ്റ്റിയായ ഈ ബണ്ണിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇവിടെ ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ മൈദ, 1/2 ഗ്ലാസ് പാല്, 4 ബിസ്ക്കറ്റ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, വാനില എസൻസ്, ഈസ്റ്റ്, ഉപ്പ് എന്നിവയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് 4 ടേബിൾ സ്പൂൺ മൈദ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നാല് മുട്ടയാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അടുത്തായി അളന്ന് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായി 4 ബിസ്ക്കറ്റ്, 1/2 ഗ്ലാസ് പാല്, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 5 മണിക്കൂർ പുളിക്കുന്നതിന് വേണ്ടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊരു ചെറിയൊരു ബേസിനിലേക്ക് നമുക്ക് ഊറ്റി വയ്ക്കാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം വാനില എസൻസും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി കുട്ടകം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തട്ടിലേക്ക് നമുക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഓരോ ഉണക്കമുന്തിരിയോടെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഏറെക്കുറെ ടൈം ആയിട്ടുണ്ട്. നമ്മുടെ മുട്ട ബൺ എന്തായെന്ന് നമുക്കൊന്ന് അടപ്പൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ മുട്ട ബൺ നല്ല പൊന്തി നല്ലത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റണം.
അങ്ങനെ നമ്മുടെ മുട്ട ബൺ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്